അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയുന്ന വിഷയം സ്ത്രീകളെ സംബന്ധിച്ചാണ്. നമ്മുടെ വീടുകളിലും മറ്റും മുലയൂട്ടുന്ന സ്ത്രീകളുണ്ട്, ഗർഭിണികളായ സ്ത്രീകളുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം നമ്മളിലേക്ക് ഇറങ്ങി വന്നാണ് സംസാരിക്കുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോ ശരീരത്തിനും കഴിയുന്നത് ആവതാകുന്നത് എങ്ങനെയാണോ അങ്ങനെ ചെയ്താൽ മതി. ഇല്ല എന്നല്ല, വേണ്ടാന്ന് വെക്കാൻ പറ്റൂല. ഒക്കുന്നതൊക്കെ വേണ്ടതുപോലെ ചെയ്യണം. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ നിസ്കരിക്കണ്ട എന്നല്ല, ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും നിസ്കരിക്കാം. ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കാം. അങ്ങനെ ഓരോ ഘട്ടങ്ങളുമുണ്ട്. ഒരാളുടെ ശരീരം നിശ്ചലമാണ്, അവൻ്റെ കണ്ണും കല്ലും മാത്രമേ ഉണർന്നിരിക്കുന്നുള്ളൂ, ചലിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നിശ്ചലമാണെങ്കിലും നിസ്കാരം അവന് നിർബന്ധമാണ്, ബുദ്ധിയുള്ള കാലത്തോളം. മാദാമ അഖ്ലുഹു സാബിത, ബുദ്ധിയുണ്ടോ നിസ്കരിച്ചു കൊള്ളണം. അപ്പം അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കണ്ണുകൊണ്ട് നിസ്കരിക്കണം. തുറന്നിരിക്കുന്നത് ഖിയാമാണ്, പകുതി അടയുന്നത് റുക്കൂ ആണ്, ഫുൾ അടയുന്നത് സുജൂദാണ്. ഇതിനും പറ്റുന്നില്ലെങ്കിൽ ഖൽബ് കൊണ്ട് നിസ്കരിക്കണമെന്നാണ്. എന്നതുപോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഴുവനും അനുഷ്ഠിക്കാൻ പറ്റുന്ന രീതിയിലും കോലത്തിലുമാണ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റമളാനു ശരീഫിൽ ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുദ്ദ് കൊടുക്കേണ്ട സ്ത്രീകളുണ്ട്, കൊടുക്കണ്ടാത്ത സ്ത്രീകളുമുണ്ട്. അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം, ഒരു സ്ത്രീ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുകയാണ്. നോമ്പ് ഉപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടി? ഈ സ്ത്രീയുടെ ശരീരം കാക്കുവാൻ വേണ്ടി. പകൽ സമയങ്ങളിലും ഭക്ഷണങ്ങളും വെള്ളങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ ശാരീരികമായ അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാകും എന്ന് കണ്ടാൽ ആ സ്ത്രീക്ക് നോമ്പ് ഉപേക്ഷിക്കാം. പിന്നെ ഖളാ വീട്ടിയാൽ മതി. കാരണത്തോടുകൂടെയുള്ള ഉപേക്ഷയാണ്. മുദ്ദ് കൊടുക്കേണ്ടതുമില്ല. കാരണം സ്വന്തം ശരീരത്തെ രക്ഷിക്കാനും കാക്കുവാനും സംരക്ഷിക്കുവാനുമാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത്. പിന്നെ ഖളാ വീട്ടിയാൽ മതി അടുത്ത റമളാന് മുമ്പ്. നേരെ മറിച്ച് ഞാൻ നോമ്പ് ഉപേക്ഷിക്കുന്നത് എന്നെ സംരക്ഷിക്കാനും എൻ്റെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടിയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ നോമ്പ് ഉപേക്ഷിക്കുന്നത്. എന്നാൽ അവൾ ഖളാ വീട്ടുകയും വേണം, മുദ്ദ് കൊടുക്കുകയും വേണം. എന്തിനു വേണ്ടി? കുഞ്ഞിന് വേണ്ടിയാണല്ലോ നോമ്പ് ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാരണം മറ്റൊരു കാരണമാണ്, സ്വന്തം ശരീരത്തിൻ്റെ കാരണമല്ല. അതുകൊണ്ട് തന്നെ മുദ്ദ് കൊടുക്കണം. അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ആ മുലയൂട്ടുന്ന സ്ത്രീകൾ നോമ്പ് ഉപേക്ഷിക്കുന്നത് കുഞ്ഞിന് പാല് കിട്ടാൻ താമസിക്കുകയോ കുറയുകയോ ചെയ്യും. കുഞ്ഞിന് വേണ്ടുന്ന പോഷകാഹാരം കിട്ടാൻ സാധ്യതയില്ല. ഞാൻ നോമ്പ് ഉപേക്ഷിച്ചാൽ ഭക്ഷണപാനീയങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുകയാണല്ലോ. അതുകൊണ്ട് കുട്ടിക്ക് ദോഷം സംഭവിച്ചാൽ, കുട്ടിക്ക് ബുദ്ധിമുട്ട് സംഭവിക്കുമെന്ന് കണ്ടാൽ അവൾക്കും നോമ്പ് ഉപേക്ഷിക്കാം. പിന്നെ ഖളാ വീട്ടിയാൽ മതി. പക്ഷേ അവളും മുദ്ദ് കൊടുക്കണം. കാരണം കുഞ്ഞിന് വേണ്ടിയാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത്, അവൾക്ക് വേണ്ടിയല്ല. കുഞ്ഞിന് വേണ്ടിയാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത്. കുഞ്ഞിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഉമ്മയാവുന്ന സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുന്നത്, നോമ്പ് മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് അവളും ഖളാ വീട്ടുകയും വേണം, മുദ്ദ് കൊടുക്കുകയും വേണം. അപ്പം ഇതേപോലെയുള്ള മസ്അലകൾ നാം മനസ്സിലാക്കണം. മുദ്ദ് കൊടുക്കുക എന്ന് പറയുന്നത് സുന്നത്തല്ല, അത് നിർബന്ധമാണ്. അതിൻ്റെ തൂക്കങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 700 ഗ്രാം അരി വെച്ച് അങ്ങ് കൊടുത്തുകൊള്ളണം. അപ്പോൾ ഒരു മാസത്തെ നോമ്പിന് 21 കിലോളം വരും. 21 കിലോ താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് കൊടുത്ത് സാധുക്കൾക്ക് കൊടുത്ത് വീട്ടിയാൽ ആ വലിയ ഭാരവും ഉത്തരവാദിത്വവും ഒഴിവാകും. നേരെ മറിച്ച് കൊടുക്കാതെ
ചെയ്യാതിരുന്നാൽ വർഷങ്ങൾ കഴിയും തോറും വീണ്ടും നമ്മുടെ തലയിൽ ഈ വലിയ ഭാരം, വലിയ പാണ്ഡമായി മാറുകയാണ്. അത് നമുക്ക് ബുദ്ധിമുട്ടാകും, ആഖിറത്തിൽ വരുമ്പോൾ നമുക്ക് വിഷമമാകും. അതുകൊണ്ട് ഈ മുദ്ദുകൾ കറക്റ്റായി കൊടുത്ത് വിടുകയും അടുത്ത റമദാന് മുമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് വളരെ കൃത്യമായി ഈ പറയപ്പെട്ട മസ്അലകൾ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.